അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട ഖുറത്തുസ്സാദാത്ത് ഖുറ തങ്ങളുടെ ഖബർ കെട്ടിപ്പൊന്തിച്ച വിഷയമായി ചർച്ചകൾ നടന്നു. സുന്നി പണ്ഡിതന്മാർ വിശദീകരിച്ചു. അൽഹംദുലില്ലാ, ഞാനും ഒരു വീഡിയോയിൽ അത് വിശദീകരിച്ചു. പലർക്കും കാര്യങ്ങൾ വ്യക്തമായി. അൽഹംദുലില്ലാ അൽഫമറ. കൂട്ടത്തിൽ ചിലർ ഇബ്നു തൈമിയയുടെ ഖബറിനെ സംബന്ധിച്ച് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ നാട് മൊത്തം ഇബ്നു തൈമിയയുടെ ഖബർ, അദ്ദേഹത്തിന്റെ ഖബറിന്റെ ചിത്രം അത് പ്രചരിക്കാൻ തുടങ്ങി. ഇത് കണ്ട് വഹാബികൾ ആകെ കുടുങ്ങിപ്പോയി. വഹാബികൾക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല. കാരണം 24 മണിക്കൂറും അവർ പഠിപ്പിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കെട്ടിപ്പൊന്തിച്ച എല്ലാ ഖബറിനെ പൊളിക്കാൻ പറഞ്ഞു. ആ ഹദീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രംഗമായിരുന്നല്ലോ. അപ്പോ അണികൾ ചോദിക്കാൻ തുടങ്ങി, അല്ല, നമ്മുടെ നേതാവായ ഇബ്നു തൈമിയയുടെ ഖബർ കെട്ടിപ്പൊന്തിച്ച സംഭവം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവില്ല എന്ന് ഓരോരുത്തരും ചിന്തിക്കാൻ തുടങ്ങി. ആദ്യം വഹാബി പറഞ്ഞു, അങ്ങനെ ഇല്ല, ഇബ്നു തൈമിയന്റെ ഖബർ പോലും അങ്ങനെ വലിയ ദർഗായിട്ടൊന്നുമില്ല. എനിക്ക് ഈ ബിസിനസ്സിനെ സമർത്ഥനാക്കാൻ വേണ്ടിയിട്ട് പല രൂപത്തിൽ കഷ്ടപ്പെട്ടാർ, സാധിച്ചിട്ടില്ല. അപ്പൊ ഇതിക്ക് കൊടുന്ന ഒരു പുതിയൊരു വാദ, ഇബ്നു തൈമിയ റഹിമഹുള്ളാഹി ദർഗ സലഫിരൻ കൊണ്ടുവന്നു. ഇബ്നു തൈമിയ റഹിമഹുള്ളാഹി ദർഗ സലഫിരൻക്കില്ല. അപ്പോ പലരും വാട്സപ്പിൽ അയച്ചിട്ടുണ്ടോ, വല്ല നിങ്ങൾ ശരിക്ക് കണ്ടോളി, ശരിക്ക് നോക്കി. ചിലപ്പോ നമ്മുടെ നാട്ടിലുള്ള ദർഗയേക്കാൾ സംഭവമായിട്ടാണ് കെട്ടിപ്പൊന്തിച്ചത്. ഒന്ന് പൊളിച്ചൂടെ? നിങ്ങളല്ലേ എല്ലാ ഖബറും പൊളിക്കുന്നത്, ഒന്ന് പൊളിച്ചൂടെ? അപ്പോ ഈ വഹാബികൾ ഒന്ന് തീരുമാനിച്ചു, എന്തെങ്കിലും നാടന്മാർക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയാണ് നല്ല തീരുമാനത്തിലേക്ക് അവർ എത്തുന്നത്. എന്തായിരുന്നു ആ തീരുമാനം? മനസ്സിലാക്കുന്ന ഒരു വലിയ വിഷയമുണ്ട്. അതിനെ സെർച്ചാക്കി നോക്കുമ്പോൾ ഇത്തിക്കർ വിഷയപടിയായത് സൂഫി എയ്ത്തുള്ള ഒരു വ്യക്തി എത്തിക്കർ അത് ഉണ്ടാക്കിയത് സലഫ്. അപ്പോ സൂഫിയായ അഥവാ ഇബ്നു തൈമിയന്റെ ദർഗം ഞങ്ങൾ ഉണ്ടാക്കിയതല്ലേ? സംഭവം ഖബർ കെട്ടി പൊന്തിച്ചിട്ടുണ്ടോ? യെസ്, അതുണ്ട്. പക്ഷെ ഞങ്ങളല്ല കേട്ടോ, അത് കെട്ടിപ്പൊന്തിച്ചത് ഒരു സൂഫിയാക്കളാണ്. എന്റെ ചോദ്യം സലഫിയോടാണ്. സലഫിയോട് ഞാൻ വിനയപൂർവ്വം ചോദിക്കുകയാണ്, ഇബ്നു തൈമിയയുടെ ഖബർ കെട്ടിപ്പൊന്തിച്ച ആ സൂഫിയുടെ പേർ പറയാൻ പറ്റുമോ? എവിടെയാണ്? കിതാബിലാണ്? നിങ്ങൾ പറയുന്നത് പോലെ ഇബ്നു തൈമിയയുടെ ഖബർ കെട്ടിപ്പൊന്തിച്ചത് സൂഫിയാണ്, സൂഫിയാക്കളാണ് എന്ന് എവിടെയുണ്ട്? നിങ്ങൾക്ക് ആര് പഠിപ്പിച്ചു? ഇനി അങ്ങനെ കെട്ടിപ്പൊന്തിച്ചിട്ടുണ്ടെങ്കിൽ വലൗ സുല്ലിമ, നിങ്ങളുടെ ഈ വാദമനുസരിച്ചിട്ട് സൂഫിയാക്കളാണ് കെട്ടിപ്പൊന്തിച്ചതെന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് പൊളിച്ചൂടെ? ആ സമയത്ത് എതിർത്ത ഒരു വഹാബി പണ്ഡിതനെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ആ സൂഫി നിങ്ങൾ പറയുന്നത് പോലെ ഒരു സൂഫി കെട്ടിപ്പൊന്തിച്ചപ്പോ ഏതെങ്കിലും ഒരു വഹാബി എതിർത്തതായ ഒരു സംഭവം നിങ്ങൾക്ക് ഗ്രന്ഥങ്ങളിൽ കാണിക്കാൻ പറ്റുമോ? ഇല്ല, അവരെ കൊണ്ട് മറുപടി ഇല്ല. ആ ഇബ്നു തൈമിയയുടെ ഖബർ കെട്ടിപ്പൊന്തിച്ചിട്ട് കുടുങ്ങിയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അതിന് പൊളിക്കാനുമല്ല പൊളിക്കാതിരിക്കാനുമല്ല. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതാണ് ഇവരുടെ അവസ്ഥ. നിങ്ങൾ ശരിക്കും ഇവരുടെ നേതാവെന്ന് ഞാനല്ല പറയുന്നത്, ഇവർ തന്നെ പറയുന്നു. അപ്പോ ആ ഇബ്നു തൈമിയന്റെ ഖബറാണിത്, ശരിക്കും നോക്കണം. അതാണിത്, ആ ഇബ്നു തൈമിയയുടെ ഖബറാണിത്. എന്ത് ഇവർ പൊളിക്കാത്തത്? നമ്മുടെ നാട്ടിലുള്ള ദർഗയേക്കാൾ ഒന്നുകൂടി ഉഷാറിലല്ലേ കെട്ടിപ്പൊന്തിച്ചത്? എന്തേ പൊളിക്കാത്തത്? ആ ഹദീസ് എവിടെ പോയി? ഇവർ ഓതുന്ന ഹദീസ് എല്ലാ ദർഗയും കെട്ടിപ്പൊളിക്കണം എന്നുള്ള ഹദീസൊക്കെ എവിടെ പോയി ഇപ്പോൾ? അല്ലാഹു തആല എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.